കുറേയധികം വർഷങ്ങളായി വാർത്തകളിലും സിനിമയിലൂടെ പോലും എല്ലാവർക്കും ആകാംക്ഷയുള്ള സംശയമുള്ളൊരു ചോദ്യമാണ് സുകുമാരക്കുറുപ്പ് എവിടെയാണ്? കേരളത്തിലെ പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ CID വാങ്ങിച്ച കേസാണ് സുകുമാരക്കുറുപ്പ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ സുവാസേന്ദ്രങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ടൂർ നടത്തിയിട്ട് വന്ന ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 46-50 ലക്ഷം രൂപ ഈ സുകുമാരക്കുറുപ്പിനെ തപ്പി കേരള പോലീസ് ചെലവായിട്ടുണ്ട്. പുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഫയലിൽ നിന്ന് സുകുമാരക്കുറുപ്പിന്റെ കേസ് ഡയറി മിസ്സിംഗ് ആയി. ആ കേസ് ഡയറി മിസ്സിംഗ് ആവുന്നതിൽ ആർക്കാണ് ഇൻട്രസ്റ്റ്? കുറേയധികം വർഷങ്ങളായി വാർത്തകളിലും സിനിമയിലൂടെ പോലും എല്ലാവർക്കും ആകാംക്ഷയുള്ള സംശയമുള്ളൊരു ചോദ്യമാണ് സുകുമാരക്കുറുപ്പ് എവിടെയാണ് എന്നുള്ളത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് അലക്സാണ്ടർ ജേക്കബ് സാറാണ്. നമസ്കാരം സർ. ശരിക്കും ഒറ്റ ചോദ്യത്തിൽ തുടങ്ങുകയാണ്, സുകുമാരക്കുറുപ്പ് എവിടെയാണ്? സുകുമാരക്കുറുപ്പ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ആ കേസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ പോലീസ് അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ TID വാങ്ങിച്ച ഒരു കേസാണ് സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിലാന്ന് പറയും. 4 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടുന്ന് വിമാനത്തിൽ കയറി നേരെ സൗദി അറേബ്യയിൽ പോയി മക്കളെ അനന്തരവനെ ആളിയന്മാരെല്ലാം കാണും. ഒരാഴ്ച ആഘോഷിച്ച് തിരിച്ചു വരും. പിറ്റേ ആഴ്ച റിപ്പോർട്ട് വരും സുകുമാരക്കുറുപ്പ് മലേഷ്യയിലാണെന്ന്. ഉടനെ ഇവരെല്ലാം കൊണ്ട് വണ്ടി പിടിച്ച് നേരെ മലേഷ്യയിലാണ്. കുറച്ച് കഴിഞ്ഞ് വാർത്ത വരും സുകുമാരക്കുറുപ്പ് ഫ്രാൻസിൽ പോയി. 4 ഉദ്യോഗസ്ഥന്മാർ, എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നേരെ വിമാനം കയറി ഫ്രാൻസിൽ പോയി പാരീസും ഈഫൽ ടവറും എല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു ഇയാൾ ഈജിപ്തിലുണ്ടെന്ന്. ഇവിടുന്ന് ഒരു 4-5 എണ്ണം ഈജിപ്തിൽ പോയി പിരമിഡുകളെല്ലാം കണ്ട് സുഖമായിട്ട് തിരിച്ചു വന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ സുവാസേന്ദ്രങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ടൂർ നടത്തിയിട്ട് വന്ന പ്രസിദ്ധമായൊരു കേസാണ് സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പിനെ കണ്ടാലും അവനെ അറസ്റ്റ് ചെയ്യത്തില്ല. നീ എവിടെയെങ്കിലും പോയിട്ട് വേറൊരു രാജ്യത്താന്ന് പറയാനായിട്ട് അവനോട് തന്നെ പറയും. എന്നിട്ട് അവൻ പറയുന്ന അനുസരിച്ച് അവൻ പറയുന്ന രാജ്യങ്ങളെല്ലാം പോകും. അപ്പോൾ ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടരുതെന്ന് പോലീസ് ആഗ്രഹിച്ച ഒരാളാണ് സുകുമാരക്കുറുപ്പ്. അതിൻ്റെ കെയർ ഓഫിൽ ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് റുപ്പീസാണ് കേരള പോലീസ് അതിനുവേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ സുകുമാരക്കുറുപ്പ് ഇവിടെ വന്നൊരു കേസ് ഉണ്ടാക്കി. സിനിമ കാണാൻ പോയ ഒരു ആളിനെ, പാവപ്പെട്ട ഒരുത്തിനെ പകരം കൊന്നിട്ട് അവന് ഇൻഷുറൻസ് ക്ലെയിം എടുക്കാൻ ശ്രമിച്ചു. ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ബാക്കിയുള്ള മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ DYSP ആയിരുന്ന ഉദ്യോഗസ്ഥനാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ കോഴി ഇറച്ചിയുടെ മണം വരുന്നു. അപ്പോൾ മരണ വീട്ടിൽ ആഹാരം കുക്ക് ചെയ്യാൻ പാടില്ല. മരണ വീട്ടിൽ 24 മണിക്കൂർ കഴിഞ്ഞ് ആഹാരം കുക്ക് ചെയ്യാവും. അപ്പോൾ തന്നെ പുല ആചരിക്കുക എന്ന് പറയുന്ന ആചാരമുണ്ട്. പുല ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില തരം വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ചില തരം ആഹാരം കഴിക്കാൻ പാടില്ല, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മേനോൻ ഈ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. എപ്പോഴാണ് വന്നത്, എങ്ങോട്ടാണ് പോയത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പർപ്പസ്, ഇങ്ങനെ മൊഴി രേഖപ്പെടുത്താൻ പോയപ്പോൾ അവിടെ കോഴിയിറച്ചിയുടെ മണം. അപ്പോൾ മരണ വീട്ടിൽ കോഴിയിറച്ചി കുക്ക് ചെയ്യാൻ ഒക്കെയില്ല, മരണ വീട്ടിൽ കോഴി തിന്നാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് ഈ മണം വരുന്നു. അപ്പോൾ അവർ അടുക്കള പരിശോധിച്ചപ്പം കോഴിയിറച്ചി കുക്ക് ചെയ്തിട്ട് പാത്രത്തിൽ ഇരിപ്പുണ്ട്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ കറുത്ത വസ്ത്രം ധരിച്ച് ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ ശരീരത്തിൽ ധരിച്ച് വേണം ഇരിക്കാൻ. സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ നല്ല സ്വർണ്ണ നിറത്തിലുള്ളൊരു വസ്ത്രമൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ആഭരണമൊക്കെ ഇട്ടിരിക്കുന്നു. പുലയാതിരിക്കുന്ന ഒരു സ്ത്രീ ആഭരണം ധരിക്കാൻ പാടില്ല. പുലയാതിരിക്കുന്ന ഒരു സ്ത്രീ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കണം. പുലയാതിരിക്കുന്ന സ്ത്രീ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ 3 സ്ത്രീകളെ വീട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് ഭാര്യ ഉൾപ്പെടെ സ്വർണ്ണ നിറത്തിലുള്ള സാരിയൊക്കെ കൊടുത്ത് മൂക്കുത്തിയിട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരികളായി എവിടെയോ യാത്ര പുറപ്പെടാൻ പോകുന്ന രീതിയിലിരിക്കുകയാണ്. അവിടെയാണ് മേനോന് സംശയം വന്നത്, സുകുമാരക്കുറുപ്പ് ചത്തിട്ടില്ല. ചത്താൽ അറ്റ്ലീസ്റ്റ് വിമൻ ഈ രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അവിടെ കോഴിയിറച്ചി കുക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം തിരിച്ചൊന്ന് പറഞ്ഞു, സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല. പിന്നെ ഈ വീടിൻ്റെ പുറകുവശം പരിശോധിച്ചപ്പം
അവിടെ വസ്ത്രങ്ങൾ കരിച്ചതായി കണ്ടു. വസ്ത്രങ്ങൾ കരിച്ചിരിക്കുന്ന കരിഞ്ഞ വസ്ത്രത്തിൻ്റെ അംശങ്ങൾ ആ കാർ ഷെഡിൻ്റെ ബാക്കിൽ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി സുകുമാരക്കുറുപ്പിൻ്റെ വസ്ത്രം കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് വേറെ ആരുടെ വസ്ത്രമാണ് കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സുകുമാരക്കുറുപ്പ് ധരിച്ചിരുന്ന വസ്ത്രം മരിച്ച ആളിൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടി. പിന്നെ ഏത് വസ്ത്രമാണ് ഈ കത്തിച്ചിരിക്കുന്നത്? അപ്പോൾ അത് വേറൊരാളുടെ വസ്ത്രമാണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ കൊല്ലപ്പെട്ടത് വേറൊരാളാണ് എന്ന സംശയം ബലപ്പെടുകയാണ്. അവിടെ നിന്നാണ് കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത്. ആ കേസന്വേഷണം നടത്തിയപ്പോഴാണ് സിനിമയുടെ ഒരു ഏജൻ്റായിരുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്നും മനസ്സിലാകുന്നു. വിവരം ഗവൺമെൻറ് അറിയിച്ചു. ഗവൺമെൻറ് ആ സ്ത്രീക്ക് ജോലി കൊടുത്തു. ആ മകനെ പഠിപ്പിച്ച് പിന്നെ രക്ഷപ്പെടുത്താൻ ആ ഭാര്യയ്ക്ക് കഴിഞ്ഞു. ഈ കേസ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ മരിച്ച ആളിന് കാര്യമായ ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പൈസ കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. മരിച്ച ആൾ അതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ പറ്റിയതും ആ കുടുംബം സംരക്ഷിക്കപ്പെട്ടതും. പക്ഷേ സുകുമാരക്കുറുപ്പ് അവിടുന്ന് എസ്കേപ്പ് ചെയ്തു. അദ്ദേഹം ഒരു വീട് വാങ്ങിക്കാനായിട്ട് കരുതിയിരുന്നു. ആ വീട് പർച്ചേസ് ചെയ്യാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. പിന്നീടത് പൂർണ്ണമായിട്ട് എഴുതിയെടുക്കാൻ പറ്റിയില്ല. അത് വസ്തു ആ കെട്ടിടം ഒരു അബാൻഡൻ സ്റ്റേജിൽ, പ്ലാസ്റ്ററൊന്നും ചെയ്യാതെ ഞാൻ കാണുമ്പോഴും അബാൻഡൻ സ്റ്റേറ്റിലായിരുന്നു. പിന്നീട് ഈ കേസ് അന്വേഷിക്കാൻ പല പല ആളുകളുണ്ടായി. അതിൽ പെടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊല്ലം DYSP ആയിരുന്നു. അദ്ദേഹം കുറേ അന്വേഷിച്ചു, രക്ഷയൊന്നും കിട്ടിയില്ല. ആദ്യം കണ്ടുപിടിച്ച ആൾ എൻ്റെ കണ്ണൂരിൽ എൻ്റെ DYSP ആയിരുന്നു, തളിപ്പറമ്പ DYSP ഇവിടെയൊക്കെയായിരുന്നു, മേനോൻ. അദ്ദേഹവും മരിച്ചുപോയി. അങ്ങനെ ആ കേസ് തുമ്പില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഡയറി ഞാൻ പോലീസ് സ്റ്റേഷൻ കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ അത് വാങ്ങിച്ച് ഒരു കോപ്പി ഉണ്ട് എന്ന് പോലീസ് സ്റ്റേഷൻ കോളേജ് ലൈബ്രറിയിൽ വെച്ചിരുന്നു. ഏഷ്യാനെറ്റ് അവരുടെ പ്രസിദ്ധമായ ക്രൈം സീരീസ് എടുത്തപ്പോൾ മറവിൽ തിരിവ്, ഒരു കേസ് എങ്ങനെയാണ് വഴിതിരിയുന്നത് എന്ന ഭാഗം, അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു, സാറേ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലരും TV മുമ്പിൽ വരാൻ തയ്യാറല്ല, തന്നെയല്ല അവർ അത് വ്യാഖ്യാനിച്ച് പറയാനുള്ള പ്രസംഗ ചാതുര്യം അവർക്കില്ല, സാറിനൊന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ CB മാത്യു സാറും ഞാനും ഞങ്ങൾ 4 ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് 44 പ്രോഗ്രാംസാണ് ഏഷ്യാനെറ്റിൻ്റെ മറവിൽ തിരിവിൽ നടപ്പാക്കുക. അതിൻ്റെ ഭാഗമായി സുകുമാരക്കുറുപ്പിൻ്റെ കേസ് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഒറിജിനൽ ക്രൈംബ്രാഞ്ചിൽ പോയി കേസ് ഡയറി തപ്പി. കേസ് ഡയറി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പോലീസിലെ നിയമപ്രകാരം ഒരു കേസ് കൺവിക്ഷനായാൽ 10 കൊല്ലം കഴിയുമ്പോൾ ആ കേസ് ഡയറി നശിപ്പിക്കാവുന്നതാണ്. ഒരു കേസ് ഡയറിക്കകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ആ കേസ് ശിക്ഷിക്കപ്പെട്ട ആളിന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് കേസ് ഡയറി സൂക്ഷിക്കാൻ പറ്റാത്തത്. അന്ന് ഏകദേശം 2.5 ലക്ഷം കേസാണ് ഒരാണ്ടിൽ ഉണ്ടാകുന്നത്. ഇപ്പോഴാണെങ്കിൽ 16 ലക്ഷം കേസാണ് ഉണ്ടാവും. ഒരു കേസ് ഡയറി ആവറേജ് 300 മുതൽ 450 പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ 2.5 ലക്ഷം കേസ് ഒരാണ്ടിൽ ഉണ്ടാവുന്നത് അതിൻ്റെ ടോട്ടൽ പേജസ് വർക്കൗട്ട് ചെയ്താൽ ഇറ്റ് വിൽ ഗോ ഇൻ ടു മില്യൺസ് ഓഫ് പേജസ്. അപ്പോൾ ഒരു ഓഫീസിൽ എത്ര കേസ് ഡയറി സൂക്ഷിക്കാൻ പറ്റും? അതിനൊരു ലിമിറ്റുണ്ട്, പരിമിതിയുണ്ട്. അപ്പോൾ ഒരാൾ കൺവിക്റ്റ് ചെയ്തു, അയാൾ ജയിലിൽ വന്നു, അയാൾ അപ്പീലിനൊക്കെ പോയി. അപ്പീലിൻ്റെ കാലാവധി പണ്ടൊരു 10 വർഷമായിരുന്നു. അതുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയത് 10 വർഷം കഴിഞ്ഞാൽ കേസ് ഡയറി തീരണം. ഇപ്പോൾ ഒരാണ്ടിൽ 14 ലക്ഷം കേസ് ഉണ്ടാകുന്നു. ആ കേസുകളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്താൽ ആ കേസ് ഹിയറിങ്ങിന് വന്ന് ഫൈനൽ ശിക്ഷയിലേക്ക് എത്തുമ്പോൾ വർഷങ്ങളെടുക്കുകയാണ്. 2004 വയനാട്ടിലെ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസ്, ട്രൈബൽ ഒരാൾ കൊല്ലപ്പെട്ട കേസ് ഹിയറിങ്ങിന് വന്നത് 2026 23 വർഷം. അപ്പോൾ 23 വർഷം കഴിഞ്ഞിട്ട് ആ കേസ് ഹിയറിങ്ങിനായാൽ അവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 10 കൊല്ലം സൂക്ഷിക്കണം. അപ്പോൾ 2000 പേജുള്ള വയനാട്ടിലെ കേസ് ഡയറി 36 വർഷം സൂക്ഷിക്കണം, അത്രയും സ്പേസ്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലോ സർക്കിൾ ഓഫീസിലോ ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 2-3 മുറി അങ്ങ് പോവാണ്. ആകെ ഒരു 6 മുറി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുള്ളൂ. അവിടെ മുഴുവൻ കേസ് ഡയറി വെച്ചുകൊണ്ടെന്നാൽ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ക്രൈംബ്രാഞ്ചിൽ പോയപ്പോൾ കേസ് ഡയറി വെച്ചതും അതില്ല. അതിൻ്റെ കേസ് ഡയറി ഒരു ഭാഗം ഞാൻ കേരളത്തിലെ ഏറ്റവും സെൻസേഷണൽ കേസസ് എടുത്തിട്ട്
പോലീസ് സ്റ്റേഷൻ കോളേജ് ലൈബ്രറി കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് ഫോട്ടോ കോപ്പി എടുത്ത് ബൈൻഡ് ചെയ്തുകൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്രൈംബ്രാഞ്ചിലെ ഒറിജിനൽ കേസ് ഡയറി കിട്ടാതായപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷൻ കോളേജ് വന്നിട്ട് കേസ് ഡയറി തപ്പി. പോലീസ് സ്റ്റേഷൻ കോളേജിലെ കേസ് ഡയറിയുടെ കോപ്പി നശിക്കപ്പെട്ടിരിക്കുന്നു. 46 കേസ് ഡയറി ഒഴിച്ച് ബാക്കി ഒന്നും കാണാനില്ല. അപ്പോൾ എന്തിനാണ് ഈ കേസ് ഡയറി നശിപ്പിക്കുന്നത്? ഞാൻ റിസർവിൽ വെക്കണം, ഒരു കാരണവശാലും പുറത്ത് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണ് ഈ കേസ് ഡയറി ഫയലുകൾ. പക്ഷെ ആ ഫയലിൽ നിന്ന്, പുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഫയലിൽ നിന്ന് സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഡയറി മിസ്സിംഗ് ആയി. അപ്പോൾ ആ കേസ് ഡയറി മിസ്സിംഗ് ആവുന്നതിൽ ആർക്കാണ് ഇൻട്രസ്റ്റ്? ഇത് ഉത്തരം പറയാത്തൊരു ചോദ്യം. പക്ഷെ അതിൻ്റെ പേരിൽ ആ കേസ് 16 കൊല്ലം അന്വേഷിച്ചു. മിസ്സിംഗ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അന്വേഷിച്ചു. ഞാൻ അപ്പോൾ സൗദി അറേബ്യ, ഫ്രാൻസ്, മലേഷ്യ തുടങ്ങി പല പല രാജ്യങ്ങളിൽ പോയ ശേഷം അദ്ദേഹത്തെ ബോംബെയിൽ കണ്ടെത്തിയെന്നൊരു ആരോപണമുണ്ടായി. അതന്വേഷിച്ചു. മഹാരാഷ്ട്രയിൽ കണ്ടെത്തിയെന്നൊരു ആരോപണമുണ്ടായി. അതപേക്ഷിച്ചു. വേറൊരു സീനിയർ IPS ഉദ്യോഗസ്ഥൻ്റെ ഒരു കസൻ ബ്രദറിനെ സുകുമാരക്കുറുപ്പാന്ന് പറഞ്ഞ് കൊണ്ടിട്ട് ഇടിച്ചു പോലീസ് സ്റ്റേഷനിൽ. അവൻ വിളിച്ചു പറഞ്ഞ് എൻ്റെ കസനാണ് ഇന്ന IPS ഉദ്യോഗസ്ഥൻ, എൻ്റെയും കൂടെ സീനിയറായ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ സംശയം തോന്നിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിളിച്ചു. സാറിൻ്റെ കസൻ ഇങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അതുവരെ അവൻ ഇടി വാങ്ങിച്ചു. നിരപരാധിയായ ഒരു മനുഷ്യൻ. അവൻ്റെ മുഖത്തിന് സുകുമാരക്കുറുപ്പായിട്ട് എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതിനാണ് ഇടി കിട്ടിയത്. സുകുമാരക്കുറുപ്പിൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖത്തിൻ്റെ ഇവിടെ കറുപ്പുള്ളവനെ എല്ലാം സംശയത്തിൽ പിടിക്കാൻ തുടങ്ങി. ഒരുപാട് നിരപരാധികൾക്ക് അടി കിട്ടി. ഈ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുപ്പുള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അടിയായി. അങ്ങനെ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം അവരുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത ഇതുണ്ടെങ്കിൽ, ഒരു മറുകുണ്ടെങ്കിൽ അവരത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ തുടങ്ങി. ഇല്ലെങ്കിൽ വെറുതെ സുകുമാരക്കുറുപ്പാന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന പരിപാടി ഉണ്ടായി. പക്ഷേ ആധികാരികമായി അവസാനം സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്ന് പറയുന്ന 2 സ്ഥലമാണ്. ഒന്ന് നേപ്പാളിൽ ഇദ്ദേഹത്തെ ഒരു ബുദ്ധമത സന്യാസിയുടെ കൂടെ കണ്ടു എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ അത് കണ്ട പട്ടാള ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം കൺവിൻസിങ് ആയ ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ അബദ്ധവശാലി ഉദ്യോഗസ്ഥൻ ആ മനുഷ്യനോട്, നിന്നെ കണ്ടിട്ട് സുകുമാരക്കുറുപ്പിനെ പോലെ ഇരിക്കുന്നു മുഖച്ചായ, അതുകൊണ്ട് നീ സൂക്ഷിക്കണം കേട്ടോ, കേരളത്തിൽ നിന്ന് പൊക്കളരുത്, നിന്നെ പൊക്കെടുത്ത് ഇടിച്ചു കളയും. സുകുമാരക്കുറുപ്പാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇയാൾ അബദ്ധത്തിൽ, ഈ പട്ടാളക്കാരൻ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് സുകുമാരക്കുറുപ്പിൻ്റെ ഒരു മുഖച്ചായ ഉണ്ട്, അതുകൊണ്ട് കേരളത്തിൽ പോകുമ്പോൾ സൂക്ഷിച്ചോണേ, നിന്നെ ആളുകൾ ചിലപ്പോൾ പൊക്കിയിട്ട് ഇടിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ മലയാളം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സുകുമാരക്കുറുപ്പിൻ്റെ കഥ ഓർമ്മ വന്നു. പക്ഷേ ഇത് സംസാരിച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അപ്രത്യക്ഷനായി. അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചപ്പോഴാണ് ഇയാളെ കണ്ട് സംസാരിച്ചത്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥൻ ഇയാളിന് റിയലി സുകുമാരക്കുറുപ്പ് ആണോ എന്ന് അയാൾക്ക് സംശയം വന്നു. ഉച്ചയ്ക്ക് പോയി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ. അങ്ങനെ ഇയാൾ തിരിച്ചു വന്നിട്ട് ഇയാളെ തപ്പിപ്പോൾ ലോഡ്ജ് മുറിയിൽ നിന്ന് അയാൾ അപ്രത്യക്ഷനായിട്ടുണ്ട്. അപ്പോൾ ആ അപ്രത്യക്ഷനായ അയാൾ വൈ ഷുഡ് ഈ ഡിസപ്പിയർ വിതിൻ 2 hours എന്നൊരു സംശയം നിൽക്കുകയാണ്. എന്നാൽ മറ്റൊരു ബലമായ സംശയം സൗദി അറേബ്യയിൽ പോയ മലയാളികൾ കണ്ടെത്തിയ ഒരാളാണ്. അദ്ദേഹം ഇസ്ലാമിക പണ്ഡിത വേഷത്തിൽ സൗദി അറേബ്യയിൽ ഒരു പട്ടണത്തിൽ വെച്ച് ആളുകൾ കണ്ടു. അപ്പോൾ വേഷം ഇസ്ലാമിക പുരോഹിതൻ്റേതാണെങ്കിലും അയാൾ സുകുമാരക്കുറുപ്പാണെന്ന് സൗദി അറേബ്യയിലെ ആളുകൾ കേരളത്തിൽ വിളിച്ച് പറഞ്ഞതനുസരിച്ച് 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൗദി അറേബ്യയിൽ പോയി ആ സ്ഥലത്ത് ചെക്ക് ചെയ്തപ്പോൾ ഈ മനുഷ്യനില്ല. ഈ ജസ്റ്റ് ഡിസപ്പിയർഡ്. അപ്പോൾ അയാൾ എന്തിനാ ഈ മനുഷ്യൻ ഡിസപ്പിയർ ചെയ്യുന്നത്? എന്തോ പേടിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഈ നേപ്പാളിലെയും സൗദി അറേബ്യയിലെ അപ്പിയറൻസസ് റിയൽ സുകുമാരക്കുറുപ്പാണോ എന്ന് സംശയിക്കപ്പെടുന്നു. നോ പ്രൂഫ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 46-50 ലക്ഷം രൂപ ഈ സുകുമാരക്കുറുപ്പിനെ തപ്പി കേരള പോലീസ് ചെലവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കേരള 50ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ കണ്ടു. സുഖവാസ കേന്ദ്രങ്ങൾ, നല്ല ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഈ കേസിൻ്റെ പുറകിൽ പോയി കണ്ടു. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ സാറ് പല ഇൻ്റർവ്യൂകളിലും ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ച സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് കേസിലും അത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ടോ? പോസിബിലിറ്റി ഉണ്ട്. സുകുമാരക്കുറുപ്പ് ചത്താൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ആത്മാവിനെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. സുകുമാരക്കുറുപ്പ് ചത്തെന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ ആത്മാവിനെ വിളിച്ചുവരുത്തിയിട്ട് കണ്ടെത്താൻ പറ്റും. ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ വിളിച്ചു വരുത്തുന്നൊരു ഡൗട്ട് വന്നു. അതുകൊണ്ട് ആരും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ആത്മാവിനെ വിളിച്ചു വരുത്താനുള്ള ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ ചത്തോയിലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു മാർഗം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു.
പക്ഷെ അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ വിളിച്ചു വരുത്തണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് ബന്ധമുള്ള ഒരു പുരുഷനെ വേണം. ഞാൻ തളിപ്പറമ്പിലെ കച്ചവടക്കാരൻ്റെ ഇത് തിരിച്ചു വിളിച്ചപ്പോൾ അയാളുടെ മകനെ തൻ്റെ ശരീരത്തിലാണ് ആ ആത്മാവ് കയറിയത്. അപ്പോൾ സുകുമാർക്കുട്ടിയുടെ ബന്ധുവായ ഒരു യുവാവ് വേണം. ഇതിന് തയ്യാറാവുമോ? ഇല്ല. അയാളുടെ ബന്ധുവായ സുകുമാർക്കുട്ടിനെ വിളിച്ചു വരുത്താൻ അവൻ തന്നെ കടന്നു തരുമോ? തരത്തില്ലല്ലോ. ഇല്ല. അപ്പം അതുകൊണ്ട് ആ ഒരു അറ്റംപ്റ്റ് വിജയിക്കാൻ പറ്റിയില്ല. എന്തായാലും ശരി, വേറൊരു ഉദ്യോഗസ്ഥൻ അവസാനം ഒരുപാട് പേര് ഇതിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി ഈ ഫയൽ ക്ലോസ് ചെയ്യണം. അങ്ങനെ ജോഷുവ പറഞ്ഞതനുസരിച്ച് ഫയൽ ക്ലോസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം വീണ്ടും സുകുമാരപുരം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളമായി. അപ്പോൾ ആളുകൾ എന്നെ വിളിച്ചു, സാറ് ഇൻട്രസ്റ്റ് എടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കുറേ ഇൻട്രസ്റ്റ് എടുത്തു. മറവിൽ തെരുവിൽ പറഞ്ഞു, 10-30 ലക്ഷം പേര് മറവിൽ തെരുവിൽ കണ്ടു. അതിൻ്റെ പേരിലുള്ള ഫോൺ വിളിക്ക് മറുപടി പറഞ്ഞു എൻ്റെ എത്രയോ ദിവസം പാഴാന്നറിയാം. ഓരോ ദിവസം 2-3 വിളിക്കും സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞിട്ട്. അതിന് മറുപടി ഞാൻ കുഴപ്പി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും സുകുമാരക്കുറുപ്പിനെ കണ്ടു, അന്ന് കണ്ടു, ഇന്ന് കണ്ടു എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം കണ്ടു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റും എല്ലാം കൂടെ ഭയങ്കര സ്ത്രീ പറഞ്ഞിരുന്നു. സ്ത്രീ പറഞ്ഞു. അപ്പോൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാൽ പറഞ്ഞില്ല, മതിയായി എനിക്ക്. മറവിൽ തെരുവിൽ പറഞ്ഞ് ലോകം മുഴുവൻ അവസാനിപ്പിച്ച കേസാണ്, പൂട്ടിയ കേസാണ്. അത് പൂട്ടിയിട്ടിപ്പോൾ വർഷം 10-30 ഇനി അതിനെ പൊക്കിയെടുത്ത് കുഴപ്പമുണ്ടാക്കാം. എന്തായാലും ശരി, കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി, ആ കുടുംബം സംരക്ഷിക്കപ്പെട്ടു. അത് നമ്മൾ മാനുഷികമായിട്ട് ചെയ്തൊരു നന്മയാണ്. അവൻ വാങ്ങിക്കാൻ പോയ കെട്ടറ ഇപ്പോഴും ഇടിച്ച് പൊളിഞ്ഞ് കിടക്കാണ്, അത് പൂർത്തിയാക്കിയിട്ടില്ല. അത് വിറ്റോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയെങ്കിലേ ഭാര്യയ്ക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ, ആലപ്പുഴ മെഡിക്കൽ കോളേജിനടുത്തുള്ള വസ്തു. അപ്പോൾ ഇവൻ എന്തിനു വേണ്ടി ചെയ്തു അത് ഗുണപ്പെട്ടിട്ടില്ല, കുടുംബത്തിന് ഗുണപ്പെട്ടിട്ടില്ല. പിന്നെ ബാക്കി അവൻ്റെ കുടുംബം കടത്തിലായി. ഒരു സാമാന്യ പങ്കെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ കുടുംബം കടത്തിലായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു കേസിൽ അവനും ഗുണപ്പെട്ടിട്ടുമില്ല, അവൻ്റെ ഉള്ള കുടുംബം ഇല്ലാതായി. അവന് ഈ ചെയ്തതിൽ അവന് സന്തോഷമായിട്ട് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ജീവിക്കായിരുന്നു. അവന് ആവശ്യത്തിന് വരുമാനം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനൊരു ദുഷ്ടബുദ്ധിക്ക് പോയി അവൻ്റെ കുടുംബവും പോയി, അവൻ്റെ വൈഭവ ജീവിതവും പോയി, ശാപവും കിട്ടി. വസ്തു വാങ്ങിക്കാൻ ഗൾഫിൽ പോയി ഉണ്ടാക്കിയ പൈസ കിട്ടി, അതും കിട്ടിയില്ല. ജീവിതകാലം മുഴുവൻ ഒളിച്ച് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഏത് സമയത്ത് പിടിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടാൽ എത്ര ഒരു മനുഷ്യൻ ജീവിക്കും? അതെ, സ്വാഭാവികമായിട്ട് ഇത്രയും വർഷമാകുമ്പോൾ ഇനി തിരിച്ചു വരിക എന്നുള്ളൊരു സമയത്തിലേക്ക് എത്തുകയല്ലേ? അല്ല, അയാൾക്കൊരു 78 വയസ്സേ ഉള്ളൂ ഇപ്പോഴും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 78 വയസ്സേ ഉള്ളൂ. അപ്പോൾ 78 വയസ്സിൽ മനുഷ്യൻ മരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഇത്രയും വലിയൊരു ഏകാന്തതയും ഇത്രയും വലിയൊരു ഒളിച്ചോട്ടം നടത്തുന്ന ഒരു മനുഷ്യന് എത്ര കാലം ആ ടെൻഷനിൽ ജീവിക്കാനുണ്ട്? അയാൾക്ക് BP-യോ എന്തെങ്കിലും മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ജീവിതത്തിൽ അയാളുടെ മുഴുവൻ സന്തോഷം പോയി. വൈവാഹിക ജീവിതം പറ്റിയതില്ല, ഭാര്യയെ മക്കൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയതില്ല, വാങ്ങിക്കാൻ പോയ വസ്തു വാങ്ങിക്കോ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അവന് മറ്റേ കടത്തിൽ നിന്ന് ഈ വസ്തു വിൽക്കാൻ പറ്റുന്നുള്ളൂ, അത് പറ്റുന്നില്ല. ഇവൻ ചത്തെന്ന് ഉറപ്പായെങ്കിലേ ഭാര്യയ്ക്ക് ആ വസ്തു വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവർക്കും രക്ഷയില്ല. അങ്ങനെ സ്വയം നശിക്കുകയും സ്വന്തം കുടുംബത്തെ വഴിയാധാരമാക്കുകയും ചെയ്ത ഒരു ജീവിതമാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ ഇനി അയാളെ കണ്ടെത്തണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ആ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ബുദ്ധി എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം.